ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 1-ാം വാക്യം. 12 പേരും അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഈശോയുടെ ശിഷ്യന്മാരുടെ ഒരു പ്രത്യേകതയാണ് അവരെപ്പോഴും ഈശോയുടെ കൂടെ നടന്നു എന്നുള്ളത്. ശിഷ്യന്മാർ മാത്രമല്ല കേട്ടോ, അനുഗ്രഹങ്ങൾ ലഭിച്ച ഒത്തിരിയേറെ സ്ത്രീകളും ഈശോയെ അനുഗമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എപ്പോഴും ഈശോയുടെ കൂടെ നടന്നിരുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതും ഈ ഒരു കൂടെ നടപ്പാണ്. നമ്മൾ ആരുടെ കൂടെയാണ് ഇന്ന് നടക്കുന്നത്? ഇന്ന് പലപ്പോഴും ഞാൻ നടക്കുന്നത് ഈ ലോകത്തിൻ്റെ കൂടെയായി പോവുക, ലോകസുഖങ്ങളുടെ ഭൗതികമായ നേട്ടങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. ഈശോയുടെ കൂടെ നടക്കാനായിട്ടോ അവന്റെ ഒപ്പം ഇരിക്കാനായിട്ടോ പലപ്പോഴും ഇന്ന് സമയമില്ലാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറുക. എന്നാൽ ഈ 12 സ്ത്രീഹന്മാരും ഈശോയുടെ കൂടെ എപ്പോഴും നടന്നു. ഈശോയിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിലെ പല മേഖലകളിലേക്ക് അവര് ഇറങ്ങി പുറപ്പെട്ടത്. വചനം പ്രഘോഷിക്കാനായിട്ടുള്ള ശക്തി ലഭിച്ചത് ഈശോയുടെ കൂടെ ആയിരുന്നത് കൊണ്ടാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കും വേണ്ടത് ഈ ഒരു ബന്ധമാണ്. എപ്പോഴും ഈശോയുടെ കൂടെ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാനായിട്ട് പറ്റണം. ദൈവത്തിന്റെ ഒപ്പം ഇരിക്കാനായിട്ട് സമയമുണ്ടായിരിക്കണം. പലപ്പോഴും പല തിരക്കുകളുടെ പിന്നാലെ ഞാൻ ഓടുമ്പോൾ പ്രാർത്ഥന നഷ്ടപ്പെട്ടുകൊണ്ടുപോകും. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് സമയമില്ല, ഓടുകയാണ്. ഇഷ്ടംപോലെ ഓടുന്നുണ്ട്, ഇഷ്ടംപോലെ സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തെ മാത്രം സമ്പാദിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ശാന്തമായിട്ടിരിക്കാനായിട്ടോ വിശുദ്ധ ഗ്രന്ഥം വായിക്കാനായിട്ടോ നമ്മുടെ ജീവിതത്തില് സമയമില്ലാതായി പോവുകയാണ്. ഓടിക്കോ, അവസാനം എന്നാ പറ്റുമെന്നറിയോ? പരാജയപ്പെട്ടു പോകും. കാരണം ദൈവമില്ലാതെ, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാതെ ഓടുന്നവർക്കെല്ലാം ലഭിക്കാൻ പോകുന്നത് പരാജയമായിരിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മൾ നേടിയെടുക്കേണ്ടത് എന്താ? ഈ 12 സ്ത്രീഹന്മാരെ പോലെ ദൈവ സാന്നിധ്യത്തില് ജീവിക്കാനായിട്ട് പറ്റണം. ദൈവത്തിന്റെ കൂടെ നടക്കാനായിട്ട് സാധിക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കാനായിട്ട് സമയം കണ്ടെത്തണം. ഇത് എന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പരിഗണനയാണ്. ഞാനാണ് ഇതിനെ മുൻകൈ എടുക്കേണ്ടത്. എന്റെ സമയം കൃത്യമായിട്ട് ഞാൻ വിനിയോഗിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാനായിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തിയിരിക്കണം. വ്യക്തിപരമായ ഒരു ബന്ധം എൻ്റെ ദൈവവുമായിട്ട് എനിക്കുണ്ടാവണം. കാരണം ഈ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഈ ലോക ജീവിതം വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോവുകയുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും സ്നേഹന്മാരെ പോലെ ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട്, അവന്റെ സ്നേഹം ആവോളം നുകരുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.